നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലാണ്. എൻ്റെ കുട്ടീനെ കൊണ്ട് വന്നാണ് ഇവിടെ അഡ്മിറ്റാണ്. പക്ഷെ റൂം ഇതുവരെ കിട്ടിയിട്ടില്ല. കാനിലൊക്കെ കുത്തി എല്ലാം ഡീറ്റെയിലും എല്ലാം സംഭവിച്ചതൊക്കെ റൂമിൽ ചെന്നിട്ട് പറയാം. ഇവിടുന്ന് റൂം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഭയങ്കര ഒച്ചപ്പാടായതുകൊണ്ട് കേൾക്കാനൊന്നും പറ്റുന്നുണ്ട്. നമ്മൾ ശാന്തമായ ഒരിടത്ത് എനിക്ക് പറയാം. എല്ലാം പറയാവേ. എന്നിട്ട് കരയാ എന്നിട്ട് ഒരാൾ ഐസിയിൽ കിടന്നു. ഐസിയിൽ പോട്ടെ എമർജൻസിയിൽ കിടന്നിട്ട് ജ്യൂസ് കുടിക്കുക കേട്ടോ. എന്തൊരവസ്ഥയാണ് എന്തൊരവസ്ഥയാണല്ലേ. കൊച്ചാണെങ്കിൽ കൊച്ചിന് പച്ചവെള്ളം പോലും ഇല്ല. കൊച്ചിന് ഫ്ലൂഡ് പോകുന്നുണ്ട് പാവം. രാത്രി ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മൾ റൂമിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അങ്ങോട്ട് ലിഫ്റ്റിലോട്ട് കയറ്റാനായിട്ട് അവരെ കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് കിട്ടിയ റൂം ഇതാണ്. ഒരു ഷെയറിങ് റൂമാണ്. ഈ കബോർഡിൻ്റെ അപ്പർ സൈഡിൽ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ റൂമൊക്കെയാണ്. എല്ലാ ഫെസിലിറ്റീസും ഒരുപോലെ തന്നെയാണ്. അന്നക്കുട്ടിക്ക് വെള്ള ഡ്രസ്സിട്ട് സിസ്റ്റർമാരെ കാണുമ്പോഴേ പേടിയാട്ടോ. കരച്ചിലാണ്. അവൾക്ക് ക്യാനിലിടാൻ പോയിക്കൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിലാണ്. അന്നക്കുട്ടി പെട്ടെന്ന് വയ്യാതായിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കട്ടപ്പനയാണ് നമ്മൾ 2 ദിവസം മുന്നേ കാണിച്ചിരുന്നത്. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ വന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് പെടത്തില്ലായിരുന്നു. അല്ല, നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവരെന്നെ എപ്പോഴും ഓടി ഇങ്ങോട്ട് വരുന്നതെന്ന് വിചാരിക്കും. അതെ അതെ, ഡോക്ടർ ഭക്ഷണം കഴിക്കുന്നില്ല. അവള് വൊമിറ്റ് ചെയ്യാനും തുടങ്ങിയായിരുന്നു. അതെ, നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് എറണാകുളം വന്നുകൊണ്ട് തന്നെ നമ്മൾ നേരെ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. കാഷ്വാലിറ്റി വന്ന് ഞങ്ങൾ അവിടെ ഇന്നലെ പോസ്റ്റ് ആയിപ്പോയി ശരിക്കും പറഞ്ഞത്. കാഷ്വാലിറ്റിയിൽ അതെ അഡ്മിറ്റ് ചെയ്തവളെ അന്നേരം തന്നെ. പക്ഷേ റൂമില്ലായിരുന്നു. പിന്നെ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് രാത്രി 11:30-12 മണി ആയി കഴിഞ്ഞപ്പോൾ ഒരു ഷെയറിംഗ് റൂം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. നമുക്ക് അതെ 1 സൈഡിൽ ആളുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കർട്ടനല്ല, ഒരു കബോർഡ് വെച്ചിട്ട് മറിച്ചിട്ട് അപ്പുറത്ത്, അതായത് എല്ലാ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെ അതുപോലെ തന്നെ അവൾ ഇപ്പോഴാണ് ഇറങ്ങി നടക്കുന്നത്. ഇന്നലെ വന്ന് ഭയങ്കര ബഹളമായിരുന്നു, കരച്ചിലായിരുന്നു, ഭയങ്കര ചുമ. ചെരുപ്പിന്റെ മേലെ ചെരുപ്പിട്ട് നടക്കുന്നു കേട്ടോ. കാണിക്കാം. ഒരാള് ചെരുപ്പിന്റെ മേലെ ചെരുപ്പിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഒരു ചെരുപ്പ് ഷൂ ഇട്ടിട്ട് അതിന്റെ മേലെ ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സാധനം കഴിക്കുന്നില്ല. ഫ്ലൂഡ് പോകുന്നുണ്ട്. അവൾ ബഹളം വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്. ഫ്ലൂഡ് ഉണ്ട്, ഇഞ്ചക്ഷനും ഒക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് എന്തുവാടി പിന്നെ ബ്ലഡിന്റെ റിപ്പോർട്ട് വന്നു. പിന്നെ രാത്രി തന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പറഞ്ഞു CRP കൂടുതലാണ്. 71 ഉണ്ട്. 4 നോർമല്, 71 ഉണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. 5 ദിവസമെങ്കിലും വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. 2ാമത്തെ പ്രാവശ്യമാണ് അഡ്മിറ്റ് ആവുന്നത്. അതെ, അവള് ജനിച്ചതിന് ശേഷം 2ാമത്തെ വലിയ അഡ്മിറ്റാണ് കേട്ടോ. അതായത് 2ാം അഡ്മിറ്റ് ശരിക്കും പറഞ്ഞാൽ 3ആയി. ആദ്യത്തേന് 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നിട്ടാണ്, അതായത് നമ്മൾ മുരിക്കാശ്ശേരിയിൽ അഡ്മിറ്റായി. അതെ അത് വേണ്ട 5-4-9 ദിവസം എടുത്തല്ലേ. ഭയങ്കരമായിട്ട് ഭയങ്കര ആവശ്യതയായി പോയി. വീണോ? അവൾ അതിനെല്ലാം വലിയ റേറ്റ് നടക്കാൻ ആയപ്പോൾ തൊട്ട് കുഞ്ഞിപ്പെണ്ണ് ഓടിപ്പാഞ്ഞ് നടക്കുക. പക്ഷേ അവൾ ഒരു വക കഴിക്കുന്നില്ല. റെഡി ആകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഡോക്ടറൊന്നും വന്നിട്ടില്ല. പിന്നെ ചെസ്റ്റ് എക്സ്റേ ഇന്നലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഡോക്ടർ ഇതുവരെ കാണാൻ വന്നിട്ടില്ല. ഇന്നിപ്പോൾ സമയം 9:45 ഇപ്പം തന്നെ വരുമെന്ന. രാജഗിരിയിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അന്നക്കുട്ടി ആവി പിടിച്ചോണ്ടിരിക്കുകയാണ്. ആവി പിടിക്കാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ആവി പിടിക്കുന്നതിന് മാസ്ക് എടുത്ത് കളഞ്ഞിട്ട് വായിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും വീഡിയോയിലല്ലേ. ഉണ്ടാവുമായിരിക്കും. എന്നിട്ടാണ് പിടിക്കുന്നത്. അവളുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കാന്നല്ലാതെ ഇപ്പൊ രക്ഷയില്ല. അല്ലെങ്കിൽ പിടിക്കത്തില്ല. ഇന്നത്തെ വലിച്ചെറിഞ്ഞിട്ട് പോവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ, റൂം ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ വീഡിയോ ഒന്ന് കട്ടായി പോയി. ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്തു. അവളെ വീഡിയോ എടുത്തില്ല. ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് എന്നതാ പറഞ്ഞു, എവിടെയാ പറഞ്ഞത്, ഇപ്പോൾ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ബാക്കി അറിയുള്ള റൂമിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇന്നലെ നമ്മള് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എറണാകുളത്തിന് വന്നത്. അന്നേരം നമുക്ക് എപ്പോഴും നമ്മുടെ യാത്രയിൽ അത്യാവശ്യം ലഗേജ് അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ 1-2 ജോഡി ഡ്രസ് ഉണ്ടാവും. അതുകൊണ്ട് ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടു. ഇവർക്ക് അതായത് നമ്മൾ കട്ടപ്പനെ കാണിച്ചു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവർ ഫുഡ് കഴിക്കാതെ വരികയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ തന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഫുഡ് കഴിക്കുന്നില്ല. അന്ന് വരെ മിനിയാന്ന് വരെ കഴിക്കുന്നുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് നോക്കിയിട്ടൊന്നും കഴിച്ചില്ല അവള്. പിന്നെ അതുപോലെ തന്നെ ആന്റിബയോട്ടിക് മരുന്ന് കൊടുക്കുമ്പോഴാണ് വോമിറ്റ് ചെയ്യണം. അപ്പൊ ആന്റിബയോട്ടിക് ചെല്ലാതെ ഇത് കുറയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങള് ഇവിടെ കാണിക്കാന്ന് വെച്ചു. അങ്ങനെ കാഷ്വാലിറ്റി വന്ന് ഇവിടെ കാണിച്ചു. അന്നേരമാണ് ഇവർ ബ്ലഡ് ടെസ്റ്റിന് വിട്ടത്. ബ്ലഡ് ടെസ്റ്റ് വിട്ട് ബ്ലഡ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ CRP എന്ന് പറയുന്ന സംഭവം കൂടുതലാണ്. അതുകൊണ്ട് അന്നേരം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാതെ നിവർത്തിയില്ലാതെ പോയി. അങ്ങനെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂമില്ലാതെ പോയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ OP-യിൽ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നു. എന്നിട്ട് റൂം ഉണ്ടായോണ്ടാ കിട്ടിയത് കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ കയറുമായിരുന്നു കാഷ്വാലിറ്റിയിൽ. പിന്നെ റൂമില്ലാത്തതുകൊണ്ട് കുറെ നേരം കാഷ്വാലിറ്റി നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടിയതിപ്പോ ടിൻ ഷെയറിംഗ് റൂമാണ്. അതെ, അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. നമ്മളിവിടെ നമുക്ക് ഡിസ്റ്റർബൻസ് അവരല്ല, അവർക്ക് ഡിസ്റ്റർബൻസ് നമ്മളാണ്. കാരണം ഇവള് കിടന്ന് രാത്രി അവര് പീഡിയാട്രിക് അല്ല, വലിയ ആൾക്കാരാണ്. പീഡിയാട്രിക്കിന്റെ വാർഡല്ല ഇത്, പീഡിയാട്രിക്കിന്റെ സെക്ഷൻ അല്ല. റൂം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അവിടെ റൂം വേക്കൻസി വന്നാൽ വിളിക്കാം. ഉച്ച കഴിഞ്ഞേ ആവുള്ളൂ റൂം. ആവുകയാണെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആവുന്നുള്ളൂ, വരുന്നുള്ളൂ. നമ്മളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിപ്പോയത് വൈകുന്നേരം കണ്ടായി 4 മണി വരെ. അദ്ദേഹം പറഞ്ഞിരുന്നു പോണമെന്നില്ലായിരുന്നു നമുക്ക്. അങ്ങനെയല്ല, ഡിസ്ചാർജ് ആയ സമയം. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഉച്ചയായപ്പോ ഇറങ്ങിച്ചായ. ഉച്ചക്കത്തെ ഫുഡൊന്നും ഉച്ചക്കത്തെ ഫുഡൊന്നും നമ്മള് കഴിച്ചില്ല. ചുമ്മാ എന്തൊക്കെയാ പറയുക ചായ. ഇച്ചായനും വയ്യ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആദ്യനെ കൊണ്ട് വന്നപ്പോ ഇച്ചാൻ ലൂസ് മോഷൻ ആയിരുന്നു. ഈ പ്രാവശ്യം അണ്ണനെ കൊണ്ട് വന്നപ്പോ അതുകൊണ്ട് ഈ പ്രാവശ്യം ഫുഡുകളൊക്കെ നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കി കഴിക്കുന്നുള്ളായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അണ്ണനെ കൊണ്ട് വന്നപ്പോ ഇച്ചാന് കഫക്കെട്ടാണ്, ഭയങ്കര കഫക്കെട്ടാണ്. 2-3 ആഴ്ച ഇവക്ക് തുടങ്ങിയപ്പോ എനിക്കും തുടങ്ങിയതാ കഫക്കെട്ടും ഭയങ്കര ചുമയും കൂടി കൂടി ഇപ്പൊ ഭയങ്കര തലവെട്ടല. ഇടയ്ക്ക് പനിക്കുന്നുണ്ട്, മിന്നി പനിക്കുന്നുണ്ട്. അതായത് ഒരു 100-ലേക്ക് എത്തുന്നുണ്ടോന്ന് ചോദിച്ചാൽ എത്തുന്നുമില്ല. ഒരു 99.5 കുളിരാണ്, ഭയങ്കര കുളിര് 99.5 അതായത് പനി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. മനസ്സിൽ തോന്നുന്നു പനി ഉണ്ടെന്ന്. മനസ്സിൽ നല്ലപോലെ തോന്നുന്നുണ്ട് പനി ഉണ്ടെന്ന്. അല്ല 100-ലേക്ക് എത്തുന്നുണ്ട്. 99 അങ്ങനെയൊക്കെയാണ്. കേട്ടോ ഇന്ന് 98 ഉള്ളൂ. 98.7 കാണിച്ചു. പനിയില്ല, പക്ഷെ മനസ്സിലൊരു പനി ഫീലിംഗ് ആണ്. ഭയങ്കര കുളിർച്ചയാ. ചില സമയത്ത് ഭയങ്കര ചൂടാവും, പിന്നെ തണുക്കും. പിന്നെ നടക്കാൻ പറ്റുന്നില്ല, കുനിയാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം എനിക്ക് ഫുള്ള് വേദന. കഫമാണെങ്കിലും ഭയങ്കരമായിട്ട് കട്ടയായിട്ടാണ് പോലെ. അങ്ങനെയൊക്കെയാണ് ചായന്റെ കണ്ടീഷൻ. കഴിച്ചിട്ടുണ്ട്, അതിന് വേണ്ടി മരുന്ന് കഴിക്കുന്നത്. കാരണം അല്ലാതെ തന്നെ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ഒരു ലോഡ് മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മരുന്ന് കഴിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോൾ വരെയുള്ള വിശേഷങ്ങൾ. റൂമിലോട്ട് മാറിയിട്ട് ശാന്തമായി സമാധാനമായി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. ഞങ്ങൾ ഡ്രസ്സ് പോലും മാറ്റിയില്ല, അന്നേനെയും മാറ്റിയില്ല, ഞങ്ങളും മാറ്റിയില്ല. റൂമിലേക്ക് മാറിയിട്ട് വേണം നമ്മൾ മാറണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നലെ രാവിലെ എടുത്തിട്ട് ഡ്രസ്സാ. അതെ, എക്സ്റേയുടെ റിപ്പോർട്ട് അറിയുള്ളൂ. ബ്ലഡിന്റെ റിപ്പോർട്ട് ഇന്നലെ നമ്മൾ അറിഞ്ഞായിരുന്നു. അറിയാനൊന്നുമില്ല, മൊത്തം കുളമായി കിടക്കും. കാരണം അവിടുന്ന് തന്നെ ഡോക്ടർ ജസ്റ്റ് നോക്കുമ്പോ പറഞ്ഞായിരുന്നു ഭയങ്കര കഫക്കെട്ടാന്ന് പറഞ്ഞായിരുന്നു. ചുമ, ഭയങ്കര ചുമ. അവള് രാത്രി ഉറങ്ങുന്നൊന്നുമില്ല, ഭയങ്കര ചുമയാ. ഇരുന്നൊക്കെ ഉറങ്ങുന്നത്. അവളെ പിടിച്ചോണ്ട് ഇവളിരുന്നും ഒക്കെ ഉറങ്ങില്ല. പക്ഷെ അവര് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി ഇത് നോക്ക് മടക്കി തരട്ടെന്ന് പറഞ്ഞാൽ അവര് മടക്കി കൊടുത്തിട്ടാണ് ഇവള് വിട്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറ്റിയടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്നു. പക്ഷെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവര് കേറി വരുകയും ചെയ്യുമല്ലോ. കുറച്ച് സമയമൊക്കെ ഞാൻ ഇച്ചിരി ഇടയ്ക്കൊക്കെ പിടിക്കും. അതോ നേഴ്സുമാരെ കാണുമ്പോഴേക്കും അന്നക്കുട്ടി കിടന്ന് അലറി കാറും. അവരുടെ വെള്ള ഡ്രസ്സ് പ്രത്യേകിച്ച് കാണുമ്പോഴത്തേക്കും, കാരണം അവരാണല്ലോ അവളെ കുത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എക്സ്റേയുടെ റിപ്പോർട്ട് എന്താണെന്ന് പറയാട്ടോ. അനക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോടാ, രാവിലെ എന്നോട് ഇത്ര നേരം രാത്രിയിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞില്ല. ഇടയ്ക്ക് അപ്പാന്ന് മുത്തുകിട വിളിക്കുക, അല്ലെങ്കിൽ അമ്മ കളിയാക്കുന്നില്ലേ അമ്മാന്ന് വിളിച്ച് കരച്ചിലായിരുന്നു. ഇപ്പൊ രാവിലെ വന്നിട്ട് ഇച്ചായ എന്ന് പറഞ്ഞോണ്ട് രാവിലെ
കേട്ടോ എന്റെ പൊന്നേ. വീട്ടിലെ ആദ്യക്കുട്ടന് മമ്മി, അതായത് പെട്ടെന്ന് ഉണ്ടായ സംഭവം ആയതുകൊണ്ട് അവരുമായിട്ട് പറഞ്ഞ സംഭവം സെറ്റാക്കാനൊന്നും പറ്റില്ല. ആദ്യക്കുട്ടനും മമ്മിയും തന്നെയായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും അവരൊക്കെ വന്നു, പെങ്ങള് കളിയാൻ. നമ്മളിവിടെ അഡ്മിറ്റ് ആന്ന് അറിഞ്ഞപ്പോ അവരെത്തി. അതെ അതെ, എല്ലാം ഷടപടയെന്നായിരുന്നുകൊണ്ട് ഒരു പ്ലാനിങ് ഇല്ലാത്ത പരിപാടിയായിരുന്നു സംഭവിച്ചു. അത്രയൊക്കെ ഉള്ളൂ. അതെ അതെ, വീഡിയോ നീണ്ടുപോയെന്ന് തോന്നുന്നു. പറഞ്ഞു 6 മിനിറ്റ് ആയി ഇപ്പൊ തന്നെ ഈ വീഡിയോ ആണല്ലേ. അപ്പൊ ശരി, ചിലപ്പോ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം, ഇടയ്ക്ക് കട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് എവിടം വരെ എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്നും ഒരു ഓർമ്മ. ഉറക്കം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഉറങ്ങുന്നേ ഇല്ല. ഇവർക്ക് വയ്യാതായപ്പോൾ പോയി, റിലേ മൊത്തം പോയി കിടക്കാണ്. ഒരു വെളിവുമില്ല. ആൾക്കാർ പറയും പണ്ടേ വെളിവില്ല. അപ്പൊ ശരി, ഇനിയിപ്പോട്ടോ രക്ഷയില്ലോട്ടോ. അത് ഞാൻ കിടന്ന് കുത്തിച്ച മതി, അതൊക്കെ ഇറങ്ങി പോകണം ഡാൻസ് കളിക്കാൻ. അപ്പൊ ശരി, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ വന്നേ. ടാറ്റ വന്നേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും 2 പേര് ഉറങ്ങുന്നുണ്ട്. ഭിത്തിയെ ചാരിയിരുന്ന്. ഒരു ദിവസം 2-3 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അവൾക്ക് ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴക്കായതുകൊണ്ടാണ് കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നാളെ കാണാൻ കേട്ടോ. അതായത് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി, അങ്ങോട്ട് മാറിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബായ്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഒരാൾ കണ്ണു തുറന്ന് നോക്കുന്നു.